ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഫഹസിബല്ലദീന കഫറൂ അൻ യത്തഖിദൂ ഇബാദി മിൻ ദൂനി ഔലിയാ. നിഷേധികൾ വിചാരിക്കുകയാണോ? അഫഹസിബല്ലദീന കഫറൂ, നിഷേധികൾ വിചാരിക്കുകയാണോ അൻ യത്തഖിദൂ ഇബാദി മിൻ ദൂനി, ഞാനല്ലാത്ത എൻ്റെ അടിമകളെ രക്ഷകർത്താക്കളാക്കാമെന്ന്. ഞാൻ സൃഷ്ടിച്ചു വിട്ട എൻ്റെ അടിമകളെ കൊണ്ട് രക്ഷ നേടാമെന്ന്, അവരിലൂടെ രക്ഷ കിട്ടുമെന്ന്, അവരെ രക്ഷകർത്താക്കളാക്കി കണ്ടാൽ കാര്യം നടക്കുമെന്ന് എൻ്റെ അടിമകൾ വിചാരിക്കുകയാണോ? നിഷേധികൾ വിചാരിക്കുകയാണോ? ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല, നിഷേധിക്കുന്ന ആൾക്കാർക്ക് ഞാൻ നരകത്തെ ഒരു സദ്യയാക്കി വെച്ചിരിക്കുകയാണ്. നുസുലെന്ന് പറഞ്ഞാൽ അതിഥികൾക്ക് കൊടുക്കുന്ന പ്രത്യേക സദ്യക്കാണ് നുസുലെന്ന് പറയും. ഖുർആൻ ചില സമയങ്ങളിൽ അങ്ങനെ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ശിക്ഷയുണ്ട്, സന്തോഷവാർത്ത അറിയിച്ചോളൂ എന്നൊക്കെ പറയും. അത് അതിൻ്റെ ഗൗരവം അറിയിക്കാൻ ആണ്. ആ ഒരു നിലയിലാണ് ഇവിടെയും പറഞ്ഞത്, ഞാൻ നരകത്തെ ഒരു വലിയ സദ്യയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നിഷേധിക്കുന്ന ആൾക്കാർക്ക്. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, കർമ്മം കൊണ്ട് ഏറ്റവും നഷ്ടം സംഭവിച്ചു പോയ ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ലൗകിക ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങളെല്ലാം തെറ്റായിപ്പോയി, വഴിമാറിപ്പോയി. അധ്വാനിക്കേണ്ടതുപോലെ അല്ല അധ്വാനിച്ചത്, വലിയ പണികൾ ചെയ്തിരുന്നു. പക്ഷെ ആ ചെയ്ത പണികളെല്ലാം ചെയ്യേണ്ടതുപോലെ അല്ല ചെയ്തത്, തെറ്റായ മാർഗത്തിൽ ചെയ്തു. ളല്ല സഅയ്യുഹും, അവരുടെ അധ്വാനങ്ങളെല്ലാം വഴിതെറ്റിപ്പോയി. ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ വിചാരിക്കുന്നത് ഞങ്ങൾ നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നതെന്നാണ്. ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അവരാരാണ്? അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിച്ചവരാണ്. അള്ളാഹുവുമായുള്ള ലിഖാഇനെ, അള്ളാഹുവിനെ നേർക്ക് നേരെ കാണേണ്ടി വരും എന്ന കാര്യത്തെയും നിഷേധിച്ചവരാണ്. ഫഹബിതത് അഅ്മാലുഹും, അങ്ങനെ വന്നപ്പോൾ അവരുടെ കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ളല്ല സഅയ്യുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം പാഴായിപ്പോയി. വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവരുടെ കർമ്മങ്ങൾക്ക് ഞാൻ ഖിയാമത്തിൻ്റെ ദിവസത്തിൽ ഒരു ഭാരവും നൽകില്ല, ഒരു തൂക്കവും ഇല്ല. വലിയ വലിപ്പം ഉണ്ടാവും, പക്ഷെ ഒന്നിനും ഭാരമില്ല, എല്ലാം പൊള്ളയായ കർമ്മങ്ങളായിരിക്കും. ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു, അവരുടെ ഈ ഒരവസ്ഥയുടെ കാരണത്താൽ അവർക്ക് ഉണ്ടായ പ്രതിഫലം നരകമാണ്. ദാലിക ജസാഉഹും ജഹന്നം, എന്തിൻ്റെ പേരിലാണ് ആ നരകം? ബിമാ കഫറു, ഒന്നവരുടെ നിഷേധത്തിൻ്റെ പേരിൽ. വത്തഖദു ആയാതി വറുസുലി ഹുസ്വ, എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും എൻ്റെ പ്രവാചകന്മാരെയും പരിഹസിച്ചതിൻ്റെ പേരിൽ. ഒന്ന് എന്നെ നിഷേധിച്ചതിൻ്റെ പേരിൽ, മറ്റൊന്ന് എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും എൻ്റെ പ്രവാചകന്മാരെയും പരിഹസിച്ചതിൻ്റെ പേരിൽ അവർക്ക് നരകമാണ് എന്ന് അല്ലാഹു തആല പറയും. വിശുദ്ധ ഖുർആൻ്റെ പൊതുവെ പല സൂറത്തുകളുടെ ഒരു രീതി, സൂറത്തുകളുടെ എല്ലാം തന്നെ രീതി, അതിൽ ദീർഘമായി പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒന്ന് ആശയം സംഗ്രഹിച്ച് അത് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ ഖുർആൻ്റെത്. അതുവരെ പറഞ്ഞ ആശയങ്ങളെ മൊത്തം ഒന്ന് സംഗ്രഹിക്കും, ഒന്ന് ചുരുക്കി പറയും, ചുരുക്കി പറഞ്ഞിട്ട് അത് ഉപസംഹരിക്കും. അല്ലാഹു തആല ഇവിടെയും ആ ഒരു ശൈലിയിലാണ് സംസാരിക്കുന്നത്. വലിയ ദീർഘമായ സംഭവങ്ങൾ, നാലഞ്ച് സംഭവങ്ങൾ പറഞ്ഞു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് നൽകിയ അത്ഭുതകരമായ, വളരെ അത്ഭുതകരമായ രക്ഷയുടെ മാർഗങ്ങളെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ സംഭവത്തിൽ പറഞ്ഞു. അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവത്തിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് അള്ളാഹു രക്ഷ നൽകിയത്, എത്ര അത്ഭുതകരമായിട്ടാണ്. അതിനുശേഷം പിന്നെ
പല പല സംഭവങ്ങളിലൂടെ കടന്നുപോയി. 2 തോട്ടക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകൻ്റെ അറിവിനെ സംബന്ധിച്ച്, വീണ്ടും അറിവ് പഠിക്കാൻ പോയതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെയൊക്കെ ആകെ ചുരുക്കം അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ ഈ ലോകത്ത് നമ്മൾ കാണണം എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ ലോകത്ത് അള്ളാഹുതആല മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുമാണ്. ഈ സാമാന്യമായ ബുദ്ധി കൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സാധനവും സ്വന്തമായിട്ടുണ്ടാകില്ല. ഒരു സാധനവും സ്വന്തമായിട്ടുണ്ടാകില്ല. എന്ത് സാധനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതാരുണ്ടാക്കിയതാണ്, ഇതെപ്പോൾ ഉണ്ടാക്കിയതാണ്, ഇത് ഇങ്ങനെ ഒരു ചോദ്യമില്ലാത്തൊരു വസ്തു ഈ ലോകത്തില്ല. ഏറ്റവും ചെറുത്, അതും ആരുടെയെങ്കിലും ഒരാളുടെ പണിയിലൂടെയേ ഉണ്ടാകൂ എന്നത് മനുഷ്യ ബുദ്ധിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഏറ്റവും സാധാരണമായ അറിവാണ്. ഈ ഒരു ബോധമില്ലാത്തൊരു മനുഷ്യൻ ഈ ലോകത്തില്ല. എല്ലാവർക്കും ആ ഒരു ബോധം. ഒരു സൂചി, ഒരു മൊട്ടുസൂചി ഉണ്ടാകണമെങ്കിൽ അവിടെ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും പണിയെടുത്തിട്ടുണ്ട്, അല്ലാതൊരു സാധനം ഉണ്ടായില്ല. അല്ലെങ്കിൽ വേറെന്ത് എത്ര നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന സാധനമാണെങ്കിലും അതിന് ഒരാളുടെ പണിയില്ലാതെ ഒരു സാധനം ഉണ്ടാകില്ല. ഇനി മനുഷ്യൻ എത്രയേറെ വളർന്നിട്ടും മനുഷ്യന് സാധിക്കാത്ത ചില സൃഷ്ടി പ്രവർത്തനങ്ങൾ ഈ ലോകത്തുണ്ട്. മനുഷ്യൻ ചിലതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കിയിട്ടും മനുഷ്യന് സാധിക്കാത്ത ചില സൃഷ്ടികർമ്മങ്ങളുണ്ട്. ഒരു ഏറ്റവും ചെറിയ ഒരു ജീവിക്ക് പോലും ജീവൻ കൊടുക്കാൻ മനുഷ്യന് കഴിയില്ല. ഒരു സാധനത്തിന് ജീവൻ കൊടുത്ത് പ്രവർത്തിപ്പിക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പം മനുഷ്യൻ്റെ പരിധിയിൽ പെടാത്ത പല കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇതൊക്കെ അള്ളാഹു മനുഷ്യന് പ്രാഥമികമായി പ്രപഞ്ചത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ള അറിവാണ്. എന്നിട്ടും ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ച രഹസ്യങ്ങളും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും ഒരു പെട്ടെന്നുണ്ടായി എന്ന് പറയാൻ മനുഷ്യൻ എത്ര വലിയ നിഷേധിയായാലാണ് സാധിക്കുക? ഒരു സാധാരണ നിഷേധിക്കത് കഴിയില്ല. അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ സാധനങ്ങൾക്കും ഒരു സൃഷ്ടാവ് വേണമെന്ന പ്രാഥമികമായ അറിവിൽ നിന്നുകൊണ്ട് സൂര്യൻ സ്വയമായി ഉണ്ടായതാണെന്ന് എങ്ങനെ ഒരു മനുഷ്യന് പറയാൻ കഴിയും? കഫറു, അവർ നിഷേധികളാണ്. അല്ലാ പറയാണ്, അവർ നിഷേധികളാണ്. അവരെന്തിനാണ് നിഷേധിക്കുന്നത്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യത്തെയാണ് നിഷേധിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണമായ അറിവിൽ നിന്നുകൊണ്ട് ഏറ്റവും ആദ്യമായി അംഗീകരിക്കുന്ന ഏറ്റവും വലിയ മഹാപ്രപഞ്ച സത്യത്തെ നിഷേധിക്കുന്നവരാണവർ. അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ ഈ വാക്കുകളുടെയൊക്കെ ധ്വനി അങ്ങനെയാണ് പോകുന്നത്. അല്ലാഹു തആല അത്തരക്കാരെ മൊത്തത്തിൽ പ്രയോഗിച്ച പേരാണ് അല്ലദീന കഫറു, നിഷേധികൾ. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട്, സൂര്യനൊരു സൃഷ്ടാവുണ്ട്, ചന്ദ്രന് സൃഷ്ടാവുണ്ട്, എനിക്കൊരു സൃഷ്ടാവുണ്ട്. ഈ ശരീരം എങ്ങനെ ഉണ്ടായി, ഞാൻ എങ്ങനെ ഉണ്ടായി, എത്ര സങ്കീർണമായ ഒരു സൃഷ്ടിപ്രവർത്തനത്തിലൂടെയാണ് ഞാനുണ്ടായത്. അത് സ്വയം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കണമെങ്കിൽ മനുഷ്യൻ അത്രമേൽ വലിയ നിഷേധിയായിരിക്കണം. അല്ലാതെ അത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് നിഷേധത്തെ ഏറ്റവും ഗൗരവമായിട്ട് പറഞ്ഞത്. നിഷേധം ഒരു വലിയ അപകടമാണ് നിഷേധം. അനുഗ്രഹങ്ങളോടുള്ള നിഷേധം പാടില്ല. ഈ ലോകത്ത് മനുഷ്യൻ എത്രയേറെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ദിനേന. അത് എണ്ണാൻ പറ്റില്ല. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല. എത്രയാണ്, ലക്ഷങ്ങളാണോ കോടികളാണോ ഈ സമയത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കാൻ. ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന നമ്മൾ പണിയെടുത്ത് ചെയ്യേണ്ടതായിരുന്നു. എത്ര പേര് മരിച്ചു പോയനല്ലേ, മറന്നുപോകും ചിലപ്പം അല്ലേ. എങ്ങനെ ഉറങ്ങും?
ഉറങ്ങുമ്പോൾ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കണം, ഇതൊന്ന് ചെയ്തോളി, ഞാനൊരു 15 മിനിറ്റ് ഉറങ്ങട്ടെ എന്ന്. സ്വസ്ഥമായി കിടന്നുറങ്ങില്ലേ, എഴുന്നേൽക്കുന്നില്ലേ? ആ സമയത്തും ഈ ശ്വാസോച്ഛ്വാസം നടന്നു. ഇത് മനുഷ്യൻ ചെയ്യല്ലോ, നമ്മളാണ് ശ്വാസം എടുക്കുന്നത്, നമ്മളല്ല ശ്വാസം എടുക്കുന്നത്. അത് സ്വയം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വലിയ ഉറക്കിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വലിയ അത്ഭുതമാണ് ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രവർത്തനം. നമ്മുടെ ശരീരത്തിലുള്ള ഈ ഹാർട്ടോ കരളോ ഇതൊക്കെ നമ്മളാണ് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിക്കില്ല. ഇത് എല്ലാം കൂടെ ഈ സമയത്തൊന്നും ഇത് നോക്കിക്കൊണ്ടിരിക്കാല്ലേ വേറെ വല്ലതും സമയം കിട്ടും? കരളിൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, അത് വീക്കായിപ്പോയി. ഇത് മനുഷ്യനാകെ കുടുങ്ങും. പിന്നെ ജീവിതത്തിന് വരുമാനത്തിന് എന്തെങ്കിലും മാർഗത്തിന് പോകാൻ സമയം കിട്ടില്ല. അവൻ രാവിലെ എഴുന്നേറ്റിട്ട് അവൻ്റെ കിഡ്നിയുടെ കാര്യം നോക്കണം, അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അല്ലേ? കരളെന്ന് എൻ്റെ സംഗതികളൊക്കെ ശരിയാക്കി. നമ്മൾ ഈ മൊബൈലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നില്ലേ, എന്തായാലും പറയുന്നത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമല്ലോ. ആ ചാർജ് ചെയ്യണം, അതിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ സാധനം നമ്മുടെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നോ ഇത് പ്രവർത്തനരഹിതമായി പോയേനെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള, നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഈ ഉപകരണങ്ങളൊക്കെ നാം ആയിരുന്നു പ്രവർത്തിപ്പിച്ചിരുന്നതെങ്കിൽ സത്യത്തിൽ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കില്ല. സ്വന്തം ചെറിയ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ഉമ്മാടെയും പ്രധാന ജോലി എന്തായിരിക്കും? മോൻ്റെ ഹാർട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം അല്ലേ, അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എൻ്റെ കിഡ്നിയുടെ കാര്യം ശ്രദ്ധിക്കണം, അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഉമ്മാക്ക് അല്ലാണ്ട് തന്നെ ഇതെല്ലാം സ്വയം പ്രവർത്തിച്ചിട്ട് തന്നെ ഉമ്മാക്ക് വേറെ പണിക്കൊന്നും നേരം കിട്ടില്ല. ഇനി ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 വയസ്സ് വരെയെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ, അത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? മോനെ, ഇത് ഹാർട്ടിൻ്റെത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. പിന്നെ കിഡ്നി അങ്ങനെ ചെയ്ത് കൊടുക്കണം, ലിവർ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഓരോ സാധനങ്ങൾ എനിക്ക് പേരറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊന്നും നമ്മൾ ഒരു ഇടപെടലും നടത്താതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതമായി ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം എങ്ങനെ ഒരു മനുഷ്യനെ നിഷേധിക്കാൻ കഴിയും? ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്വയം പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടാവിനെ എങ്ങനെ മനുഷ്യന് നിഷേധിക്കാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. എന്നിട്ടും നിഷേധിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞത് ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടതിൻ്റെ ഒരു അനുഭവം പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നിഷേധം വളരെ ഗൗരവമായ കാര്യമാണ്. അത് സൃഷ്ടാവിനെ നിഷേധിക്കുന്നതാണെങ്കിലും സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതാണെങ്കിലും നിഷേധം ഗൗരവമുള്ള തെറ്റാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആൾക്കാരെ ഒന്നടങ്കം അല്ലദീന കഫറു എന്ന് പറഞ്ഞത്. ഈ സമൂഹത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. കർമ്മം കൊണ്ട് നഷ്ടവാളിയായി പോയവരെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആരാണവർ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. അവർക്ക് സഅയ് ഇല്ല എന്നല്ല പറഞ്ഞില്ല, അധ്വാനം ഇല്ല എന്ന് പറഞ്ഞില്ല. അവർ അധ്വാനിക്കുന്നവരാണ്, പക്ഷേ ആ അധ്വാനങ്ങളെല്ലാം പാഴായിപ്പോയി. ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. ചെയ്ത അധ്വാനമൊന്നും ചെയ്യേണ്ട വഴിക്കല്ല ചെയ്തത്, വേറെ ഏതോ വഴിയിൽ കൂടെ വേറെ ഏതോ കോലത്തിലൊക്കെ ചെയ്തു കൂട്ടി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. അവർ വിചാരിക്കുന്നത് നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഒരു വ്യക്തിക്കാണെങ്കിലും നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന അംഗീകാരമാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാട്ടിലൊരു രാജാവാണ്, ഭരണാധികാരിയാണ്. നാട്ടിലുള്ള ജനങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ടത് ആദ്യത്തെ അംഗീകാരം എന്താണ്? അയാൾ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള അംഗീകാരമാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിൽ നിന്നാണ് തുടങ്ങേണ്ടത് ആ മനുഷ്യനുമായിട്ടുള്ള ഇടപാടുകൾ. ഒരു മോൻ ഉപ്പയ്ക്ക് കൊടുക്കേണ്ടുന്ന ആദ്യത്തെ അംഗീകാരം എന്താ? ആ ഉപ്പയാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ്. മോനെ ഉപ്പയെ നിങ്ങളുടെ ഉപ്പയൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ അംഗീകരിക്കാൻ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ നിങ്ങൾ പറയുന്നവരെയൊക്കെ നമ്മൾ ചെയ്യാം, പക്ഷെ നിങ്ങളെ ഒരു ഉപ്പയായിട്ട് എടുക്കാൻ ഞാനില്ല. എങ്ങനെ ഉണ്ടാവും? ആ മകനും പിതാവും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമായിരിക്കുമല്ലോ അല്ലേ? ഒരിക്കലും നല്ല നിലയിലാകില്ല. അപ്പോൾ സൃഷ്ടാവിനെ സൃഷ്ടാവായി അംഗീകരിക്കുക എന്നതിന് ശേഷമാണ് ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ നല്ല നിലയിലാകേണ്ടത്.
സൃഷ്ടാവിനെ ആദ്യമേ തള്ളിപ്പറഞ്ഞു. അഥവാ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആദ്യം പാലിക്കേണ്ടുന്ന കാര്യത്തെ പൂർണ്ണമായും തള്ളി കളഞ്ഞതിന് ശേഷം പിന്നെ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും സ്വീകാര്യതയില്ല. അത് തന്നെയാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കുക. റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ അംഗീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ള അംഗീകാരം ആദ്യമായി ഉണ്ടായതിനു ശേഷമാണ് അമലുസ്സാലിഹാത്ത്. അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. വിശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അമലുസ്സാലിഹാത്ത് ഉണ്ടാകേണ്ടത്. അപ്പോൾ വിശ്വാസമില്ലാത്ത ഒരാൾ ചെയ്യുന്ന അമലുകളൊന്നും എന്തല്ല, സാലിഹല്ല. ചെയ്യുന്നത് ബാഹ്യമായി നമ്മുടെ നോട്ടത്തിൽ അത് കർമ്മങ്ങൾ തന്നെയാണ്. അയാൾ സദഖ ചെയ്യുന്നുണ്ട്, അയാൾ ചെയ്യുന്നത് കർമ്മങ്ങൾ തന്നെയാണ്. പക്ഷെ അയാൾ ചെയ്യുന്ന കർമ്മം അമലുസ്സാലിഹിൻ്റെ ഗണത്തിൽ പെടണമെങ്കിൽ അമലുസ്സാലിഹിനെ നമുക്ക് നിർണയിച്ചു തന്ന റബ്ബിനെ ആദ്യം അയാൾ അംഗീകരിക്കണം. അള്ളാഹുവിനെ അംഗീകരിക്കാതെ ചെയ്യുന്ന ഒരു കർമ്മവും അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. അതാണ് വിശ്വാസത്തോടു കൂടിയാണ് കർമ്മങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, സദഖകൾ ചെയ്തിട്ടുണ്ട്, മനുഷ്യന് ഉപകാരം ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ചികിത്സാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ മനുഷ്യന് ഉപകാരമുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല ചെയ്യേണ്ടതുപോലെ അല്ല ചെയ്തത്. ആ അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുക എന്ന ഒരടിസ്ഥാന കാര്യം ഉണ്ടായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങളെല്ലാം പാഴായിപ്പോയി. ചെയ്ത കർമ്മങ്ങളെല്ലാം ഫഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം പാഴായിപ്പോയി. വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ആ കർമ്മങ്ങൾക്കൊന്നും ഒരു തൂക്കം, വസ്നം എന്ന് പറഞ്ഞാൽ തൂക്കം, ഒരു ഭാരവും ഉണ്ടായിരിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കർമ്മങ്ങൾക്ക് ഭാരമുണ്ടാകുന്നതും അതൊക്കെ തൗഖീഫി എന്ന് പറയും. തൗഖീഫ് എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താണോ ഹദീസ് എന്താണോ പറഞ്ഞത് അതനുസരിച്ചാണ് കർമ്മങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കർമ്മങ്ങൾ ഒന്നൊന്നിനേക്കാൾ മഹത്വമാകുന്നത്. നമസ്കാരം ഏറ്റവും മഹത്തായ കർമ്മമായത് അതാണ് ഏറ്റവും മഹത്തായ കർമ്മമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ്. അതല്ലാതെ അതിന് അധ്വാനം കൂടുതലായതുകൊണ്ടോ വേറെ കാരണങ്ങളൊന്നുമല്ല അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞത് നമസ്കാരമാണ് ഏറ്റവും പുണ്യമായ അമൽ, അതുകൊണ്ടാണ് നമസ്കാരം പുണ്യമായ അമലാകുന്നത്. ആ നിലയ്ക്കാണ് കർമ്മങ്ങളെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. കലിമത്ത രണ്ട് വചനങ്ങളുണ്ട്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താണ് സഖീലത്താനി ഫിൽ മീസാനിൽ ഏറ്റവും ഭാരം അതിനാണ്. അപ്പം അള്ളാഹുവിനത്ര ഏതാണ് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, ആ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാകുന്നത്, കർമ്മങ്ങൾക്ക് ഭാരം ഉണ്ടാകുന്നത്, കർമ്മങ്ങൾക്ക് തൂക്കം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അല്ലാതെ അധ്വാനം കൂടുതലുണ്ടാകുമ്പോൾ കർമ്മങ്ങൾക്ക് തൂക്കം അങ്ങനെയല്ല. അത് നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് പറയാൻ വളരെ എളുപ്പം, വളരെ എളുപ്പം, പെട്ടെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ വലിയ ഭാരമാണതിന്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പക്ഷേ അള്ളാഹുവിനത് ഏറ്റവും ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമായപ്പോൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരുന്നിട്ട് കൂടെ ആ അമൽ എന്തായി മാറി, സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും ഭാരമുള്ളതായി മാറി. അപ്പോൾ കർമ്മങ്ങൾ എന്താണ്, എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് അള്ളാഹു പറയും, റസൂല് പറയും. അതിനെ നമ്മൾ അതുപോലെ പാലിക്കും. കാരണം അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ ആകണം. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കർമ്മവും ദീനിൻ്റെ പേരിൽ സ്വീകാര്യമല്ല. വളരെ ലളിതമായ കാര്യമാണ്. അള്ളാഹു പറയുന്നതാണ് പുണ്യമായ കർമ്മം, റസൂല് പറയുന്നതാണ് പുണ്യമായ കർമ്മം. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ തോന്നിയ അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ തോന്നിയ കർമ്മങ്ങൾ
ദീനിയായിട്ട് പുണ്യമായ കർമ്മമാവില്ല. നമുക്കൊരു പക്ഷേ അത് നല്ല കാര്യമായിട്ട് തോന്നിയെങ്കിലും അതാണ് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന. അവർക്ക് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, പടച്ചോൻ്റെ അടുക്കൽ അതിനൊരു തൂക്കവും ഉണ്ടായിരിക്കുന്നതല്ല. വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്, എന്നാലും വളരെ ചുരുങ്ങി നമ്മുടേത് പറഞ്ഞു പോവാണ്. ഉലായികല്ലദീന കഫറു, അവർ ആരാണ്? നിഷേധിച്ചവരാണ്. ബി ആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും, അവരുടെ അമലുകളെല്ലാം അതുകൊണ്ട് ഉപകാരമില്ലാതായിപ്പോയി. വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അല്ലാഹു തആല തുടർന്ന് പറയുന്നത് ദാലിക ജസാഉഹും ജഹന്നം, അവരുടെ ജസാ പ്രതിഫലം നരകമാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം കൂടെ ആകെ ചുരുക്കം അള്ളാഹു ഒരു 3 വാക്കിൽ പറഞ്ഞ് തീർക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ ആകെ ചുരുക്കം നമുക്കവിടെ കാണാം. ദാലിക ജസാഉഹും ജഹന്നം, അവരുടെ ജസാ പ്രതിഫലം നരകമാണ്. എന്താണ് അതിൻ്റെ കാരണം? 2 കാരണങ്ങളാണ് അള്ളാഹു തആല പറഞ്ഞത്. ബിമാ കഫറു, ഒന്ന് അവർ അള്ളാഹിനെ അംഗീകരിക്കുന്നില്ല, അള്ളാഹിനെ നിഷേധിച്ചു. രണ്ടാമത്തെ കാരണം വത്തഖദു ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ, വറുസുലി, എൻ്റെ പ്രവാചകന്മാരെ, ഹുസ്വ, അവർ ആക്ഷേപിച്ചു. അതിനൊരു വില അവർ കൊടുത്തില്ല, അതിനെ തള്ളി പറഞ്ഞു, അതിനെ പരിഹസിച്ച് പറഞ്ഞു. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവൻ അള്ളാഹിൻ്റെ ആയാത്തുകൾ വെച്ചിരിക്കുകയാണ്. ആയാത്തുകൾ 3 എണ്ണം ഉണ്ടെന്ന് നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. ആയാത്തുകൾ 3 എണ്ണം ഉണ്ട്. ഒന്ന് ആയാത്തുൽ അൽ ഖുർആനിയ, അതാണ് ആയാത്തുള്ളയുടെ ഒരർത്ഥം. ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തമെന്ന് അള്ളാഹു പറഞ്ഞാൽ അതിന് 3 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് അൽ ആയാത്തുൽ കൗനിയ, ലോകത്ത് കാണുന്നത്. സൂര്യൻ അള്ളാഹിൻ്റെ ആയത്താണ്, ചന്ദ്രൻ അള്ളാഹിൻ്റെ ആയത്താണ്, മലകൾ, സമുദ്രങ്ങൾ, മരങ്ങൾ, മഴ, മേഘം, ഇങ്ങനെ കാണുന്നതെല്ലാം ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളെ പരിഹാസത്തോടുകൂടി കാണരുത്, അതിനെ ഗൗരവത്തിൽ കാണണം, അതിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്തണം. അതിനെ പരിഹസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൃഷ്ടാവിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ആ ആയാത്തിനെ പരിഹാസമായി എടുക്കരുത്. രണ്ടാമത്തേത് ആയാത്തുള്ളയുടെ അർത്ഥം അൽ ആയാത്തുൽ ഖുർആനിയ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങൾ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ആ ഒട്ടകത്തിനെ ഒന്ന് നോക്ക്, സൂര്യനെ നോക്ക്, ചന്ദ്രനെ നോക്ക്, മലകളെ നോക്ക് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ എത്ര വചനങ്ങളിലൂടെ അല്ലാഹു തആല മനുഷ്യൻ്റെ ശ്രദ്ധയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഉഅ്ബുദു യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും, മനുഷ്യ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആ വിഷയ സംബന്ധമായി വിശദമായി പറയുന്നുണ്ട്. ഇതാണ് ആയാത്തുള്ളയുടെ വേറൊരർത്ഥം. അല്ലാഹു തആല പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന പ്രത്യേകമായ മുഅ്ജിസത്തുകളാണ്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, അത് അല്ലാഹുവിൻ്റെ ആയത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടി പ്രവർത്തിക്കുന്നത് കണ്ടാൽ മനസ്സിലാകും ഇതെന്താണെന്ന്, ഇത് ഒരു അസാധാരണമായ സാധനമാണെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ഫിർഔൻ്റെ അടുക്കൽ വന്ന സിഹറിൻ്റെ ഒരു മത്സരം നടത്തിയല്ലോ. അവരെല്ലാവരും കൊണ്ടുവന്ന് കുറേ എന്താണ് പറയുക, മരത്തിൻ്റെ കഷ്ണവും കയറിൻ്റെ കഷ്ണമൊക്കെ ഇട്ടു. അപ്പോൾ അതൊക്കെ ചെറിയ യുഹയ്യലു ഇലൈഹി അന്നഹാ തസ്ആ, അതിങ്ങനെ ഇളകുന്നതായിട്ടും ഇഴയുന്നതായിട്ടും ഒക്കെ തോന്നി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വടി അങ്ങോട്ടിട്ടു, അതെല്ലാം തീർന്നു, അവസാനിച്ചു. എന്താ അവിടെ സംഭവിച്ചത്? ആ സിഹറിന് വന്നവർ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു, ഒരാൾ പോലും ഇല്ലാതെ ഇസ്ലാം സ്വീകരിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എതിർചേരിയിൽ മൂസാ നബീനെ തോൽപ്പിക്കാൻ വേണ്ടി ഫിർഔൻ നാട്ടിൽ നിന്ന് മുഴുവൻ വിളിച്ചു വരുത്തിയ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരിൽ ഒരാൾ പോലും ഇസ്ലാം സ്വീകരിക്കാതിരുന്നില്ല. മൂസാ നബി എല്ലാവരും വിശ്വസിച്ചു, അവരല്ലാത്തവരാരും വിശ്വസിച്ചില്ല. എന്താ മനസ്സിലാകുന്നത്? അവർക്ക് മനസ്സിലായത് അത്ഭുതമാണെന്ന്. ഇത് സിഹർ കൊണ്ടൊരിക്കലും മൂസ നബി ചെയ്ത കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് ആർക്കറിയാം? സിഹർ എന്ന് പറയുന്ന ആ ഒരു കാര്യം അറിയാവുന്നവർക്കറിയാം. മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കിട്ടതും പാമ്പ്, മറ്റേ മൂസാ നബി കിട്ടതും പാമ്പ്, അത്ര മാത്രമേ അവർക്കറിയുള്ളൂ. അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഈ വകുപ്പ്, ഈ ഇൽമ് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലായി ഇതെന്തല്ല, മൂസാ നബി കാണിച്ചെന്തല്ല,
സിഹറല്ല. സിഹർ കൊണ്ടത് ചെയ്യാൻ കഴിയുകയില്ല. ഇത് വേറെന്തോ സാധനമാണിത്. അതുകൊണ്ട് അപ്പോൾ തന്നെ ഉൽഖിയ സഹറത്തു സാജിദീൻ, ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടിത്താഴെ വീണ ഉടനെ എല്ലാവരും കൂടെ ഒന്നായി സുജൂദിലേക്ക് വീണു. അവർക്കത് മനസ്സിലായി. അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അത് ആ വകുപ്പ് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല മൂസാ നബിക്ക് കൊടുത്ത വടി പോലത്തെ, സാലിഹ് നബിക്ക് കൊടുത്ത ഒട്ടകം പോലത്തെ ഒരു ദൃഷ്ടാന്തമാണ്. അത് എക്കാലവും നിലനിൽക്കാനുള്ളതാണ്. ഈ പ്രവാചകന്മാർക്ക് കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാരിലൂടെയാണ് നിലനിന്നത്. പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം കഴിഞ്ഞിട്ടും നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മനുഷ്യവാസം ഈ ലോകത്തുള്ളയിടത്തോളം കാലം നിലനിൽക്കണം എന്നുള്ള അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനപ്രകാരം ഖുർആൻ നിലനിൽക്കുകയാണ്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ മുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്, പഠനത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അള്ളാഹു തആല അത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ആദ്യകാലം കേട്ട ആൾക്കാർ സാഹിര്യങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇത് മനുഷ്യവചനമല്ല. വലീദ് ബിൻ മുഗീറ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വർത്താനം പറയാൻ വേണ്ടിയിട്ട്. എന്താണ് മുഹമ്മദ്, നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറച്ച് ആയത്ത് ഓതി കേൾപ്പിച്ചു. വലീദ് ബിൻ മുഗീറ അങ്ങനെ വായും പിളർന്നിരുന്നു. വലിയ ഭാഷാ പണ്ഡിതൻ, മക്കയിലെ ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതൻ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ കേട്ടിട്ട് അത്ഭുതത്തോടു കൂടിയിരുന്നു. വലീദ് ബിൻ മുഗീറയെ പറഞ്ഞയച്ച ആൾക്കാർ അപ്പുറത്ത് മാറി നിന്ന് നോക്കുന്നുണ്ട്. എന്തുമായിട്ടാണ് മൂപ്പര് വരുന്നത്, ചർച്ച എന്തായി, പ്രതീക്ഷയിൽ കാത്തിരിക്കാണ്. ദൂരെ നിന്ന് കണ്ടപ്പോഴേ പറയാൻ തുടങ്ങി, ഇത് പോയതുപോലത്തെ വരവല്ല, സാഹചര്യങ്ങളുടെ അവസ്ഥയിലാണ് മൂപ്പരുള്ളത്. മൂപ്പരാകെ കിളി പോയ അവസ്ഥയിലാണ് വരുന്നത്. കാരണം എന്താ, ഇത് അങ്ങനത്താണെന്ന് മനസ്സിലാവും. ഭാഷ അറിയാവുന്നവർക്ക് മനസ്സിലാവും. ഇത് അറബി ഭാഷയിൽ അഗ്രഗണ്യനായ ആള് പറഞ്ഞു, മാഹാദാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്കല്ല. വലീദ് ഇബ്നു മുഗീറ തീർത്ത് പറഞ്ഞു, ഇത് മനുഷ്യന്റെ വാക്കല്ല. ഇന്ന ലഹു ലഹലാവ, ഇതിനൊരു അസാധാരണമായ മധുരമുണ്ട്. ഇന്ന അലൈഹി ലതലാവ, വലിയ ഒരു സൗന്ദര്യം ഇതിനുണ്ട്. ഇന്നഹു യഅലു വലാ യുഅല, ഇത് വളർന്നുകൊണ്ടേയിരിക്കും, ഉയർന്നു പോകും. വലാ യുഅല, ഇതിൻ്റെ മേലെ ഒരു മനുഷ്യവചനവും എത്തില്ല എന്ന് വലീദ് ബിൻ മുഗീറ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഇതൊരു മനുഷ്യവചനവേ അല്ല. അപ്പം മനുഷ്യവചനമല്ല എന്ന് ഭാഷ അറിയാവുന്നവരെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുകയാണ്. ഇത് മൂന്നും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ലോകത്ത്. അള്ളാഹു പറയുന്നത്, ഈ ദൃഷ്ടാന്തങ്ങൾ ഇത്രയേറെ ഉണ്ടായിട്ടും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലെല്ലാം അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടും ഈ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ അവർ പരിഹസിച്ചു. വറുസുലി, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. അള്ളാഹിൻ്റെ ആയാത്തുകൾ മനസ്സിലാക്കേണ്ടവർക്ക് വലിയൊരു അത്ഭുതമാണ് ആ വാക്ക്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മക്കയിൽ ചില്ലറ ആൾക്കാർ മാത്രം റസൂലിൻ്റെ കൂടെ ഉള്ളപ്പോൾ, അല്ലെ മദീനയിൽ ചില്ലറ ആൾക്കാർ മാത്രം, ഒരു ഠാ വട്ടത്തിലെന്ന് നമ്മൾ സാറിന് പറയില്ലേ, ഒരു ഠാ വട്ടത്തിൽ ഇസ്ലാമിക സമൂഹം നിൽക്കുമ്പോൾ ഇത് റസൂലിൻ്റെ വചനമാണെങ്കിൽ എങ്ങനെയാണ് ഇതൊരു മനുഷ്യവചനാണെന്ന് പറയാൻ കഴിയുക? ഇത് അള്ളാഹ്ക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ചെറിയ വട്ടത്തിൽ ഇസ്ലാമിക സമൂഹം നിൽക്കുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, അള്ളാഹുവാണ് ഹിദായത്തുമായിട്ട് റസൂലിനെ നിയോഗിച്ചത്, വദീനുൽ ഹഖി, സത്യദീനുമായിട്ട് നിയോഗിച്ചത്, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ഇത് എല്ലായിടത്തും എത്താനുള്ളതാണ്, എല്ലാ ദീനിൻ്റെയും മേലെ ഇത് ഉയരാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യബ്ഖാ ബൈതു മദ്രിൻ വലാ വബ്രിൻ ഇല്ലാ അദ്ഖലല്ലാഹു ഫീഹിൽ ഇസ്ലാമ ഇമ്മാ ബിഇസ്സി അസീസിൻ ഔ ബിദുല്ലി ദലീലിൻ. ഇതാ ഏത് കാലത്ത് പറഞ്ഞ വചനം. ഈ ഒരൊറ്റ വാക്ക് വെച്ച് ആലോചിച്ചാൽ മാത്രം മതി, ഇത് ഏതോ വലിയ സംഭവമാണ്. ഇത് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വന്നതല്ല. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒന്നും വരാനും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറഞ്ഞ മക്കയിലും മദീനയിലുമായിട്ട് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത്, ലാ യബ്ഖാ ബൈതു മദ്രിൻ വലാ വബ്രിൻ,
നാട്ടിലുള്ള ലോകത്തിലുള്ള മുഴുവൻ കുടിലും കൊട്ടാരവും, എല്ലാ കുടിലും എല്ലാ കൊട്ടാരവും ഇല്ല അദ്ഖലല്ലാഹു ഫീൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സന്ദേശം അള്ളാഹ് അവിടെ എത്തിക്കും. ഇതാർക്കാ പറയാൻ കഴിയും? ഒരു മനുഷ്യന് പറയാൻ കഴിയും? ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമ്മൾ ഓരോന്നോരോന്ന് ആലോചിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. നമ്മളത് ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു, അന്ന് പറഞ്ഞു. ഇന്ന് നമുക്കിത് ധൈര്യമായിട്ട് ആരോടും പറയാം, അല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞൂടെ? ആരോടും പറയാം ഇത്. കാരണം ഇതെന്തായി കഴിഞ്ഞു? ഈ പറഞ്ഞ വാക്ക് പുലർന്നു കഴിഞ്ഞു. പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പുലർന്നു കഴിഞ്ഞു. ഇന്ന് ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ പ്രസ്ഥാനം ഒരു ചെറിയ കുറഞ്ഞ ഒരു നാട്ടിൽ മാത്രം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഈ പ്രസ്ഥാനം ലോകം മുഴുവൻ ഒരു കാലത്തെത്തും, എല്ലായിടത്തും എത്തും. എന്ത് ധൈര്യത്തിലാണ് അയാൾ പറയാം? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, ഇത് ലോകം മുഴുവൻ എത്തും. ഒരു വീട് പോലും ബാക്കിയാകാത്തിടത്ത് ഈ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ പറഞ്ഞു. എല്ലായിടത്തും ഇന്ന് എത്തിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കയെയും മദീനയെയും കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇനി മക്കയിലും മദീനയിലും ഒരു വിഗ്രഹാരാധന ഉണ്ടാകില്ല. കൊല്ലം എത്രയായി? 10,500 കൊല്ലമായില്ലേ? 1500 കൊല്ലമായില്ലേ? ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രം, രാഷ്ട്രീയം, എങ്ങനെയെല്ലാം 1500 കൊല്ലത്തിനു മുമ്പുള്ള ആ ഒരു രാഷ്ട്രീയം ഇന്നും നിലനിൽക്കുന്ന ഏത് രാജ്യമുള്ളത്? അന്നത്തെ ഭൂപടത്തിൻ്റെ അതിരിന്നും നിലനിൽക്കുന്ന ഏത് രാജ്യമുള്ളത്? എല്ലാം മാറി മറിഞ്ഞു. ഇന്ത്യയുടെയൊക്കെ അതിരുകൾ എത്ര പ്രാവശ്യം മാറി, അല്ലേ? അങ്ങ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി, ഇറാനിലേക്ക് പോയി, ഇന്ത്യ വളർന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്, പിന്നെ അതങ്ങനെ പിന്നെ ചുരുങ്ങി, കുറച്ച് അങ്ങോട്ട് പോയി, വടക്കൻ പോയി, കുറച്ച് തെക്കൻ പോയി, എല്ലാം പോയി അവസാനം ഇപ്പോൾ ഒരു കോലത്തിലുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പുറത്ത് പറയുന്നില്ല. ഏത് രാജ്യത്തിൻ്റെ അതിരുകളാണ് മാറ്റി വരയ്ക്കപ്പെടാത്തത്? പക്ഷേ 1500 കൊല്ലത്തിൻ്റെ ചരിത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിലോ മദീനയിലോ വിഗ്രഹാരാധന ഇനി ഉണ്ടാകില്ല. 1500 കൊല്ലത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കിന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്, റസൂല് പറഞ്ഞ വാക്ക് അതുപോലെ ഇത്രയും ഇത് ആർക്കാണ് മനുഷ്യന് പറയാൻ കഴിയൂ? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള, സൃഷ്ടാവായ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നൊരു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഏതൊരു മനുഷ്യനും ഇത്ര ധൈര്യമായിട്ട് പ്രവചിക്കാൻ കഴിയും? വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ സംഭവിക്കില്ലെന്നോ ആ വാക്കുകളെല്ലാം ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹു തആല പറയുന്നത്, അള്ളാഹു തആല ഈ ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ദൃഷ്ടാന്തമാണ്. പക്ഷേ അതിനെല്ലാം പരിഹാസമായി കണ്ട മനുഷ്യരാണ്. ആ പരിഹസിക്കുന്നവർക്കുള്ളതാണ് ദാലിക ജസാഉഹും ജഹന്നം, അവർക്കുള്ളതാണ് ജഹന്നം എന്ന് അള്ളാഹു പറയുന്നു. ദാലിക ജസാഉഹും ജഹന്നം, അവർക്കുള്ളതാണ് ജഹന്നം എന്ന് പറയുന്ന നരകം. ബിമാ കഫറു ബി ആയാതി, ബിമാ കഫറു, അവർ അള്ളാഹുവിനെ നിഷേധിച്ചതിൻ്റെ പേരിൽ, വത്തഖദു ആയാതി വറുസുലി ഹുസുവ. ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കുഫർ, മറ്റൊന്ന് ഇത്തിഹാദുൽ ആയാതി വറുസുലി ഹുസുവ. ഈ രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം അങ്ങനെയുള്ള ആൾക്കാർക്ക്. ഇപ്പം നമ്മൾ സാധാരണ വിചാരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ, പാവങ്ങൾ, അവരൊക്കെ നരകത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ, അത് അവിടുത്തെ നിത്യവാസികളാകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീതിയല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ലാഹു തആല പറയുന്നത് ലോകം മുഴുവൻ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഒരു സൃഷ്ടാവുണ്ട് എന്നതിനത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ. നിങ്ങൾ ഈ ലോകത്ത് കാണുന്ന ഓരോ മണൽത്തരികളും നിങ്ങളോട് ഇതിനൊരു ഖാലിഖുണ്ട്, ആ ഖാലിഖ് ഏകനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ലോകം മുഴുവൻ നിറച്ചു വച്ചിരിക്കുകയാണ്, ആകാശം മുഴുവൻ നിറച്ചു വച്ചിരിക്കുകയാണ്, ആകാശത്തുള്ള മുഴുവൻ തുരുമ്പുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയിലുള്ള മുഴുവൻ മണൽത്തരിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു സൃഷ്ടാവുണ്ട്, അത് ഏകനായ സൃഷ്ടാവാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹു കൊടുത്ത മനുഷ്യന് മാത്രമേ ഉള്ളൂ.
ആ ബുദ്ധിയും കൊടുത്തിട്ട് ദൃഷ്ടാന്തങ്ങളെ ലോകം മുഴുവൻ നിറച്ചു വെച്ചിട്ട് അല്ലാഹു തആല പറയാണ്, ഇനി ഈ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പരിഹസിച്ചാൽ അത് വലിയ അപകടം. അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കൽ എന്നൊരു ജോലിയായി മാറിയിരിക്കുകയാണ്, ഇന്ന് വലിയൊരു രസമായി മാറിയിരിക്കുകയാണ്. പരിഹാസത്തോടു കൂടി ഇതിനെല്ലാം കേൾക്കുക, പരിഹാസത്തോട് തള്ളുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന ആ സ്വഭാവം ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ ബോധ്യത്തോടു കൂടിയാണ് വിശ്വാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി ഈ നരകത്തെ സംബന്ധിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല അൽ ഖത്ലു ഫീ സബീലില്ലാഹി യുകഫിറു ദുനൂബ കുല്ലഹാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഷഹീദായാൽ അയാളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ഇല്ലൽ അമാന, അയാളുടെ അമാനത്തൊഴിച്ച്. അയാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ്. മനുഷ്യർ പരസ്പരമുള്ള ബാധ്യതകൾ വേണ്ടതുപോലെ പാലിക്കാത്തിടത്ത് വലിയ അപകടമാണ് എന്ന് ഈ ഹദീസ് നമ്മളോട് പറഞ്ഞു തരാണ്. ഇല്ലൽ അമാന, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും അമാനത്തൊഴിച്ച്. യുതാബി സാഹിബിൽ അമാന, ആരെങ്കിലും കയ്യിൽ നിന്നും ആ പൈസ വിശ്വസ്തയോടുകൂടി വാങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും മുതൽ വിശ്വാസത്തോടുകൂടി വാങ്ങി, അല്ലെങ്കിൽ വിശ്വസിച്ച് ആരെങ്കിലും അയാളുടെ കയ്യിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ വിശ്വസിച്ച് ഒരാൾ പൈസ ഏൽപ്പിച്ചാൽ, ചിലർ കടമായിട്ടാണ് വാങ്ങുന്നത്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ വിശ്വാസമാണ്, അമാനത്താണ്. അമാനത്ത് എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും ഞാനൊരു സത്യസന്ധനാണ്, കടം കൊടുത്താൽ അയാൾ തിരിച്ചു തരും, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്, എന്നെ ഏൽപ്പിച്ചാൽ ആ ബിസിനസ്സിലുണ്ടാകുന്ന ലാഭത്തിനനുസരിച്ചുള്ള വരുമാനം തരും, അല്ലെങ്കിൽ ഞാനൊരു വിശ്വസ്തനാണ്, പൈസ ഏൽപ്പിച്ചാൽ എൻ്റെ ആവശ്യത്തിന് തിരിച്ചു ചോദിച്ചാൽ തരും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ എന്നിൽ ഒരു സമൂഹം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അമാനത്താണ്. അങ്ങനെ അമാനത്ത് ഏറ്റ ആൾക്കാരൊഴിച്ച് ബാക്കിയുള്ളവർ, ആ അമാനത്ത് പൂർത്തീകരിക്കാത്തൊഴിച്ച് ബാക്കിയെല്ലാവരും അല്ലാഹു തആല ഫീ സബീലില്ലാഹി മരണപ്പെട്ടവർക്ക് മാപ്പ് കൊടുക്കും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, യഖൂൽ ഐ റബ്ബി കൈഫ ഖദ് ദഹബത്തി ദുനിയ. അല്ലാഹു തആല അവിടെ നിന്ന് പറയും, മദ്ദിൽ അമാന, നിന്നെ ഏൽപ്പിച്ച അമാനത്ത് നീ പൂർത്തീകരിക്കുക. നിനക്കൊരാൾ പൈസ തന്നിരുന്നല്ലോ, ആ പൈസ കൊടുക്കുക എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, എങ്ങനെയാണ് അല്ലാഹ് ഞാൻ പൈസ കൊടുക്കുക? ഞാൻ ദുനിയാവ് കഴിഞ്ഞു പോയില്ലേ, ദുനിയാവ് കഴിഞ്ഞു പോയല്ലോ, ഞാൻ ഇനി എങ്ങനെയാണ് പൈസ കൊടുക്കുക? അപ്പോൾ അല്ലാഹു തആല പറയാണ്, ഫയഖൂലു ഇദ്ഹബൂ ബിഹി ഇലൽ ഹാവിയ ഫയദ്ഹബു ബിഹാ ഇലൈഹ വതുമസ്സലു അമാന. അവനെ നരകത്തിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ച് അവൻ ഏറ്റെടുത്ത ആ അമാനത്തിൻ്റെ രൂപത്തിലൊന്ന് നിർമ്മിക്കപ്പെടുകയാണ്. എന്നിട്ട് അയാളുടെ മുമ്പിൽ അത് കാണിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഒരു 10,000 രൂപ ഒരു കെട്ട് കൊടുത്താണ് അയാളുടെ കയ്യിൽ. അല്ലാഹു തആല അവിടെ ഒരു 10,000 രൂപയുടെ കെട്ടിനെ സൃഷ്ടിക്കും. എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും. ഓർമ്മയുണ്ടോ ഇത്ര, അല്ലെങ്കിൽ 1,00,000 രൂപ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ. ഇനിയിപ്പോൾ അന്നേരം ചോദിക്കുമ്പോൾ ബാങ്കിലൂടെ ഉള്ള ഒരു പരിപാടിയാണല്ലോ, അപ്പോൾ സ്ക്രീൻഷോട്ട് വരുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഏതാണല്ലോ അത് അള്ളാഹിൻ്റെ കാര്യമാണ്. നമ്മളിനി അതിനകത്ത് അള്ളാഹുവിനെ സാങ്കേതിക പ്രശ്നത്തിൽ അകപ്പെടുത്തേണ്ട കാര്യമില്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അള്ളാഹ്ക്കറിയാം. ഏതായാലും അത് അല്ലാഹു തആല അവിടെ നിന്ന് കാണിക്കും. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും, ഇത് ഞാൻ വാങ്ങിയ ക്യാഷാണല്ലോ, ഞാൻ വാങ്ങിയ പൈസ ആണല്ലോ, ഇത് അയാൾക്ക് മനസ്സിലാവും. തുമസ്സല്ലഹു അമാനത്തു ഫയജിദുഹാ കഹയ്യതിഹാ യൗമ ദുഫിഅത് ഇലൈഹി. അയാളത് വാങ്ങിയ സമയത്ത് ഏത് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ അയാളുടെ മുമ്പിൽ അത് കാണിക്കപ്പെടും. ഫയറാഹ ഫയഅരിഫുഹ, അത് കാണും, അയാൾക്ക് മനസ്സിലാവും. ഫയഹ്ബി ഫി അസരിഹാ ഹത്താ യൻതഹി ഇലാ ഖഅദി. മുസ്ലിം പറയാൻ അതെന്നിട്ട് നരകത്തിലേക്ക് ആ വസ്തുവിനെ, ആ 1,00,000 രൂപയുടെ കെട്ടിനെ നരകത്തിലേക്ക് ഇട്ടിടും. അത് നരകത്തിൻ്റെ ഉള്ളിലേക്ക് അത് താഴ്ന്നു പോകും. ഇയാളും അതിൻ്റെ കൂട്ടത്തിൽ താഴ്ന്നു പോകും. അങ്ങേ അറ്റത്തെത്തും, ഏറ്റവും അടിത്തട്ടിലെത്തും. അടിത്തട്ടിലെത്തിക്കഴിയുമ്പോൾ ആ 1,00,000 കെട്ട് മുകളിലോട്ട് പൊങ്ങാൻ തുടങ്ങും. ഇയാൾ അതിൻ്റെ പിറകെ പൊങ്ങി ഏറ്റവും മുകളിലേക്ക് വരും. ഇത് മുകളിലെത്തിക്കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് പോകാൻ തുടങ്ങും. ഇയാൾ ഇതിൻ്റെ പിറകെ, പിന്നെ ഇയാളുടെ ശിക്ഷ അതാണ്. എത്ര വലിയ ഗൗരവമാണ്! ഇയാളുടെ ജോലി പിന്നെ ഈ അമാനത്തിൻ്റെ പിറകെ നടക്കലാണ്. അതിനെ എങ്ങനെയെങ്കിലും വാങ്ങി അയാൾക്ക് കൊടുക്കാനുള്ള ശ്രമം. പക്ഷെ ഇത് ഇയാൾക്ക് പിടികൊടുക്കാതെ താഴേക്ക് പോയി ഏറ്റവും അടിവരെ എത്തുന്നു. അടിയിലെത്തിക്കഴിയുമ്പോൾ നേരെ മുകളിലേക്ക് വരുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു.
ഇത് തന്നെ ഈ മനുഷ്യൻ നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കുമുള്ള ഒരു സഞ്ചാരത്തിലായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ അള്ളാഹുത്തആല നടപടി എടുക്കുന്നത് അള്ളാഹുവിനെ നിഷേധിച്ച ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത അതിക്രമങ്ങൾക്കുമുള്ള ശിക്ഷയാണിത്. നരകത്തെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോടുള്ള നിഷേധത്തിൻ്റെ പേരിൽ ആൾക്കാരെ ഇട്ട് എരിക്കാൻ വേണ്ടിയുള്ളതാണെന്നല്ല. ഓരോരുത്തരും ഇവിടെ അവരുടെ സമ്പത്തിന് സുരക്ഷയുണ്ടാകണം, അവരുടെ അഭിമാനത്തിന് സുരക്ഷയുണ്ടാകണം, അവൻ്റെ ജീവന് സുരക്ഷയുണ്ടാകണം. മനുഷ്യനെല്ലാം ഈ ലോകത്ത് വിഭവങ്ങളിൽ തുല്യ അവകാശമേ അള്ളാഹ് കൊടുത്തിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സാധനം എനിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ഒരു അവകാശമൊന്നുമില്ല ഇവിടെ. എല്ലാ സ്ഥാനത്തിലും അള്ളാഹുതആല, ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന സാധനം, ഇത് അള്ളാഹുതആല സ്വയം നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ചിരിക്കുന്നതാണ്. അത് എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്? തുല്യമായിട്ടാണോ അതോ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടോ? ആരെങ്കിലും ചിലർ കുറച്ച് കൂടുതൽ വലിക്കുന്നുണ്ടോ? കൂടുതൽ വലിക്കുന്നുണ്ടെങ്കിൽ വലിവുണ്ടായിട്ടാ, കിട്ടാത്തതുകൊണ്ടാ. സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസം ഈ ഇരിക്കുന്നവരെല്ലാം 1 മണിക്കൂറിലെടുത്താൽ തുല്യ അളവിലേ കിട്ടുള്ളൂ, കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. അള്ളാഹുതആല അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ലോകത്തിലുള്ള വിഭവങ്ങളിൽ തുല്യ അവകാശം അള്ളാഹുതആല വെച്ചിരിക്കുകയാണ് മനുഷ്യന്. ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ സമയമല്ലേ. ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. എല്ലാവർക്കും എത്ര കൂടിയ വാച്ച് കിട്ടില്ല, 24 മണിക്കൂറേ ഉള്ളൂ. ചില ആൾക്കാർ 4 ലക്ഷത്തിൻ്റെ വാച്ചൊക്കെ കിട്ടിയിരിക്കുന്നത്. വാച്ച് കണ്ടാൽ വിചാരിക്കും എന്ത്, ഒരു ദിവസം 48 മണിക്കൂർ അയാൾക്ക് അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഒരു കാര്യമില്ല. എല്ലാത്തിനും ടൈം ഒന്ന് തന്നെയാ. ടൈം ഇനി അഥവാ മാറിയാൽ ആ വാച്ച് ഉപയോഗത്തിന് കൊള്ളില്ല. പറ്റുമോ? ടൈം മാറിയാൽ ആ വാച്ച് ഉപയോഗത്തിന് പറ്റല്ലോ. പിന്നെ എത്ര കൂടിയ വാച്ച് വാങ്ങിയിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. ഒരേ ടൈമേ കിട്ടുള്ളൂ. മനുഷ്യന് സ്വാഭാവികമായി ലോകത്ത് ഉപയോഗിക്കുന്ന മുഴുവൻ വസ്തുക്കളിലും അള്ളാഹ് കൊടുത്തിരിക്കുന്ന തുല്യ അവകാശമാണ്. ആർക്കും കൂടുതൽ കുറവ് അനുഭവിച്ചിട്ടില്ല. ഓരോരുത്തരും അവനവൻ്റെ വഴിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ സാധനത്തിനെ അന്യൻ അപഹരിച്ചെടുത്തു കഴിഞ്ഞാൽ, അന്യായമായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അള്ളാഹ് നടപടി കൊടുക്കാൻ വേണ്ടിയും കൂടെ ഉള്ളതാണ് പരലോകം. പരലോകത്തിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. അള്ളാഹു തആല പറയുന്നത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത അതിക്രമങ്ങൾക്ക് അള്ളാഹു തആല നടപടി എടുക്കും. ആ നടപടിയുടെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും നന്നായിട്ടൊന്ന് ആലോചിക്കാൻ വേണ്ടി റമദാൻ്റെ അവസാനത്തെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ ഒന്ന് നന്നായി ആലോചിക്കേണ്ടുന്ന കാര്യമാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നരകത്തിലേക്ക് ഓരോ മനുഷ്യരെയായിട്ട് ഇടും. അപ്പോൾ നരകം ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ? അതായത് അത് നിറയില്ല. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ നമ്മളൊക്കെ എത്തുമ്പോഴേക്ക് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാകും, സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ വിചാരിക്കണ്ട. യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിനോട് അല്ലാഹു തആല പറയാം, ഞാൻ നരകത്തിനോട് ചോദിക്കും. യൗമ നഖൂലു ലിജഹന്നം, നരകത്തിനോട് ഞാൻ ചോദിക്കും, ഹൽ ഇംതലഅതി, നീ നിറഞ്ഞോ? വതഖൂൽ, അപ്പം നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ? പോരട്ടെ. അതുകൊണ്ട് അവിടെ നിറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് ദയവായിട്ട് വിചാരിക്കരുത്. അതങ്ങനത്തതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യബന്ധങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ പാലിച്ചോളി. അള്ളാഹുവുമായുള്ള ബന്ധങ്ങളെയും വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നാറുക്കും ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകത്തീയുടെ 70 ഒരു അംശം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 70 ഇരട്ടിയാണ് അവിടുത്തെ തീയുടെ ചൂട്, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി. അത്രമേൽ ശക്തി കൂടിയതാണ്. ഇതാണ് ഏറ്റവും കടുത്തതെന്ന് നമ്മൾ വിചാരിക്കേണ്ട, ഇതിനേക്കാൾ കടുത്തതാണ് അത്. അല്ലാഹു തആല അതിൻ്റെ ഉത്തരവാദിത്വം പാറാവിന്, അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നുണ്ട്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ. വളരെ പരുക്കന്മാരായ കടുത്ത പ്രകൃതക്കാരായ ആൾക്കാരാണ് അതിൻ്റെ ഇതിലുള്ളത്. ഒരു കാരണവശാലും ഒരാളോടും ഒരലിവും തോന്നാത്തവർ. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അവരെതിര് ചെയ്യയില്ല.
വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് പറഞ്ഞതെന്താണോ അത് മുഴുവൻ അവർ ചെയ്തിരിക്കും. ഇനി അവിടുത്തെ മറ്റ് സാധനങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന ഖത്രതൻ മിൻ സഖൂമിൻ ഖുതിറത് ഫിൽ അർളി ലഅഫ്സദത് അലാ അഹ്ലി ദുനിയ മഈശതഹും. അവിടെ മനുഷ്യർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സഖൂം, ഇന്ന ഷജറത്ത സഖൂം തആമുൽ അസീം കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ എന്ന് പറഞ്ഞ ആ സഖൂമിൽ നിന്നും ഒരൽപ്പം ഈ ഭൂമിയിലേക്ക് വീണാൽ ഭൂമിയിൽ പിന്നെ ഒന്നും മുളയ്ക്കില്ല. അത്ര കടുത്ത സാധനങ്ങളാണ് മനുഷ്യൻ അവിടെ ആഹാരമായി ഉപയോഗിക്കുന്നത്. അത് കഴിക്കുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യനുള്ളത്. അത് കഴിക്കൽ പോലും ഒരു ശിക്ഷയായിട്ട് മാറുന്നു. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. ഈ നരകത്തിലേക്ക് പോകാൻ ആരെങ്കിലും തയ്യാറാവുമോ? ആരും തയ്യാറാകില്ല. വലിച്ചു വാരി അങ്ങോട്ട് ഇടും, തള്ളി അങ്ങോട്ട് കയറ്റും, അത്ര തന്നെ. ആരും പോകാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നരകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ തൊലികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. അതിലുള്ള മനുഷ്യൻ്റെ ശരീരം ഏറ്റവും വലിപ്പമുള്ള ശരീരമായിരിക്കുന്ന ഈ അവസ്ഥയിലൊന്നും ആയിരിക്കില്ല. ഓരോ മനുഷ്യനും വലിയ മലയുടെ വലിപ്പത്തിലുണ്ടാകുന്ന അത്ര വലിയ ഭീമാകാരന്മാരായ രൂപത്തിലായിരിക്കും മനുഷ്യർ അവിടെ ഉണ്ടാകുക. പിന്നെ അവിടുത്തെ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നരകം വളരെ ഭയാനകമാണ്. അതിലേക്ക് പോകുന്ന ആൾക്കാർ നിഷേധികളാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിക്കുന്നവരാണ്, പ്രവാചകന്മാരെ അള്ളാഹു തആല ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് ഹിദായത്തിൻ്റെ സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ മഹാനായ ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹുവിൻ്റെ സംഭവം പറഞ്ഞു. അതുപോലെ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹുവിൻ്റെ സംഭവം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ച് നടന്നവരാണ്, നബിയെ എതിർത്ത് നടന്നവരാണ്. പക്ഷേ ഒരിക്കൽ ഉമൈർ ബിൻ വഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. നബിയുടെ അടുത്തൊരല്പസമയം ഇരുന്നു. ഉമൈർ ബിൻ വഹബ് ഇസ്ലാം സ്വീകരിച്ചു. നബിയെ പരിഹസിച്ച് നടന്ന ആളാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, പ്രവാചകന്മാർ, ഇതിനെല്ലാം അള്ളാഹു ഈ ലോകത്ത് തന്നതിന് അള്ളാഹുവിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ നിലയിൽ നമ്മളതിനെ സ്വീകരിക്കുകയാണെങ്കിൽ, പ്രവാചകന്മാരുടെ വാക്കുകളെ ആ നിലയിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഹിദായത്തിൻ്റെ വാക്കാണ്. പക്ഷേ അതിനെ പരിഹസിച്ചാൽ അതിൻ്റെ അപകടം വളരെ വലുതുമാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകളെ പരിഹസിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അവസാനിക്കാത്ത വലിയ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളുടെ യഥാർത്ഥമായ അവസ്ഥകൾ മനസ്സിലാക്കാനും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഈ ലോകത്ത് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി